വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. SSC CGL 2025 വേണ്ടിയുള്ള സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പം കണ്ടപ്പോൾ SSC CGL 2024 എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് അല്ലേ? വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ 2024 എക്സാം കഴിഞ്ഞു, ടയർ 1 റിസൾട്ട് വന്നു. അപ്പോൾ ഓൾറെഡി എക്സാംസ് എഴുതിയ ആൾക്കാരുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടായിരിക്കാം. അപ്പോൾ എക്സാം എഴുതി ടയർ 1 ക്ലിയർ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നെക്സ്റ്റ് ഇയറിലേക്കുള്ള എല്ലാ പ്രിപ്പറേഷനും ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൾറെഡി കലണ്ടറൊക്കെ വന്നിട്ടുണ്ട്. എക്സാം എപ്പോൾ വിളിക്കും? അടുത്ത പ്രാവശ്യം അല്ലാത്ത സമയത്ത് കുറച്ച് നേരത്തെയാണ് വിളിക്കുന്നത് SSC അല്ലേ? നേരത്തെയാണ് ഷെഡ്യൂളിൽ വന്നിരിക്കുന്നത് അവർ ടൈം വെച്ചിട്ട്. അപ്പോൾ കുറച്ച് നേരത്തെ എക്സാം വരുന്നുണ്ട് തന്നെ നമുക്കൊരു 6-7 മാസം മാക്സിമം കിട്ടത്തുള്ളൂ. ഓക്കെ, അതിനിടയ്ക്ക് നമുക്ക് ടയർ 1 എക്സാം കയറി വരും. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ എക്സാംസ് എഴുതാത്തവരും അതുപോലെ എക്സാം ക്ലിയർ ചെയ്യാത്തവരും അത് നമുക്ക് 1-2 അറ്റംപ്റ്റ് ഒക്കെ വരുന്ന സമയം നമുക്ക് കുറച്ച് വിഷമമൊക്കെ വരുമെങ്കിലും നമുക്ക് അടുത്ത എക്സാം 2025 എക്സാം തന്നെ ക്രാക്ക് ചെയ്യാന്നുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു 6 മാസം വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നമുക്ക് കലണ്ടർ വന്ന സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരും ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തുകൊണ്ട് SSC CGL 2024 എന്ന് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC CGL 2024 ടയർ 1 പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഓക്കെ, PYQന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഈ എക്സാം എഴുതിയവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് PYQയിൽ വരുന്ന സെയിം പാറ്റേണും പല മോഡലുകളും റിപ്പീറ്റ് ചെയ്ത് പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ആ മോഡലുകളും ആ ടയർ 1 ആ ഒരു സീരീസ് ഒരു 20+ എക്സാംസ് നമുക്ക് ഷിഫ്റ്റുകൾ പലതും ഉണ്ട്. അപ്പോൾ ഒരു ദിവസം 2-3 ഷിഫ്റ്റുകൾ വെച്ചാണ് എക്സാംസ് നടന്നത് അല്ലേ? അപ്പോൾ ആ ഷിഫ്റ്റുകളിലെല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ തീർച്ചയായിട്ടും അടുത്ത എക്സാമിന് മുന്നേ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ ക്ലാസ് പോകുന്ന സമയം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾക്കൊരു ബേസിക് ക്ലാസ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റിന് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്ത് പോവുക, എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. അപ്പോൾ ആ ഒരു ഫോമാറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കാണാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്ത് തന്നെ എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ 2024 ഞാൻ ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത് സെപ്റ്റംബർ 9 സെപ്റ്റംബർ 9 ചോദിച്ച ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് ഷിഫ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോ ഷിഫ്റ്റുകളിലെയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ ഷിഫ്റ്റുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റ്, അതായത് ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടില്ല, കാരണം ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് സെയിം പാറ്റേണിൽ ചോദിക്കുന്നുണ്ട്. ലോജിക്സും കാര്യങ്ങളും മാത്രമേ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, കാരണം ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോരുത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തായിരിക്കും നമ്മൾ ഈ സീരീസ് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ റീസണിങ്ങിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് ക്യൂബ്സ് ആൻഡ് ഡൈസിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കുക, അവിടെ 6 ലെറ്റേഴ്സ് Q, Z, V, T, L and A are written on different faces of a dice. ഓക്കെ, നമ്മൾ ലെറ്റേഴ്സ് വരുമ്പോൾ ക്യൂബ് എന്നാ പറയാ, എങ്കിലും ഡൈസ് എഴുതിയിരിക്കുന്നത്. 2 പൊസിഷൻസ് ഓഫ് ദിസ് ഡൈസ് ആർ ഷോൺ ഇൻ ദ ഫിഗേഴ്സ്. ഓക്കെ, ഫിഗറിൽ നമുക്ക് 2 പൊസിഷൻസ്, 2 സൈഡിൽ നിന്ന് കാണുന്നുള്ള പൊസിഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെറ്റർ ഓൺ ദി ഫേസ് ഓപ്പോസിറ്റ് ക്യൂബ്. ഓക്കെ, നോർമലി നമ്മൾ കാണുന്ന ഒരു ക്യൂബിന്റെ ക്വസ്റ്റ്യൻ, ഒരു ഡൈസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ക്ലിയർ ആയിട്ട് ഈ കാര്യം അറിയാം. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും അറിയായിരിക്കണം, ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, നമ്മളെങ്ങനെ ചെയ്യാം, നമ്മളിങ്ങനെ 2 ക്യൂബിന്റെ വി തരുവാണെങ്കിൽ കോമൺ ആയിട്ടുള്ള ആളെയാണ് തപ്പുന്നത് അല്ലേ? കോമൺ ആയിട്ടുള്ള ആളെ തപ്പും. ഇവിടെ കോമൺ ആയിട്ടുള്ള വി ആയിരിക്കുന്നത് അല്ലേ? അപ്പോൾ വി വെച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലെറ്റേഴ്സിൻ്റെ ഓർഡറിൽ എഴുതണം. V, Z, Q. ഇവിടെ അതേ ഓർഡറിൽ എഴുതുന്ന സമയത്ത് V, L, T. നമുക്ക് ചോദിക്കുന്ന ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് ആര് വരുന്നതാണ്? ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ആരാ വരിക? T ആയിരിക്കും വരിക. നമ്മുടെ ആൻസർ T ആയിരിക്കും. ഓക്കെ, അതായത് വളരെ സിമ്പിൾ ആയിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ക്യൂബ്സ് ആൻഡ് ഡൈസ് എന്ന് പറയുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഷിഫ്റ്റിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ, രണ്ടും ഒരേ പാറ്റേൺ തന്നെയാണ്. ഒരു വ്യൂ കൂടെ എക്സ്ട്രാ വരുന്നു. 3 വ്യൂ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ അതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയാം അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഈസി ആയിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല. അപ്പോൾ ക്യൂബ്സ് ആൻഡ് ഡൈസ് വളരെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ക്യൂബ്സ് ആൻഡ് ഡൈസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്.
പിന്നെ കണ്ടൊരു ക്വസ്റ്റ്യൻ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പല രീതിയിലുള്ള പാറ്റേൺസ് വരും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമേ എടുത്തുള്ളൂ. 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കോഡിങ്ങിന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്ന് സെന്റൻസ് വൈസ് കോഡിംഗ് ആയിരുന്നു. സെന്റൻസ് വൈസ് കോഡിംഗ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്ത് പോകാന്നുള്ള കോഡിംഗ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു ലെറ്റർ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ലെറ്റർ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തതിന് ശേഷം എക്സ്പ്ലനേഷൻ കേൾക്കുക, ലോജിക് കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ലെറ്റർ കോഡിങ് വരുന്ന സമയത്ത് ഞാൻ വേർഡും കോഡും അങ്ങ് എടുത്ത് എഴുതും അല്ലേ, വേർഡും കോഡും ഞാൻ അങ്ങ് എടുത്ത് എഴുതുവാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി നോക്കുന്നത് സെയിം വേർഡിലെ ലെറ്റേഴ്സ് തന്നെയാണോ കോഡിൽ കിടക്കുന്നത് നോക്കും, അങ്ങനെയാണെങ്കിൽ റീഅറേഞ്ച്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇനി അല്ലെങ്കിൽ നേരെ താഴെ എന്നും എഫും എയും എന്നും എമ്മും ബിയും ഇയും ഒയും തമ്മിലുള്ള റിലേഷൻ ഉണ്ടോ എന്ന് നോക്കും. അതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർ തമ്മിൽ അല്ലാണ്ട് അതായത് ഒരു മിക്സഡ് ടൈപ്പ് റിലേഷൻ ഉണ്ടോ നമ്മൾ നോക്കും. അതായത് പൊസിഷനും ചേഞ്ച് ആയി ലെറ്ററും ചേഞ്ച് ആവുന്ന റിലേഷൻ ഉണ്ടോ എന്ന് നോക്കും. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ പാരലായിട്ടുള്ള കോഡിങ് അല്ല, നേരെ താഴെ കോഡ് ഇത് എഴുതിയിട്ടില്ല, അപ്പോൾ അല്ലാണ്ട് റിലേഷൻ ആണ് വന്നിരിക്കുന്നത് അല്ലെ. ആ റിലേഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എന്നും ഒയും നമ്മുടെ റിലേഷൻ, എയും ബിയും നമ്മുടെ റിലേഷൻ, എമ്മും എന്നും നമ്മുടെ റിലേഷൻ, ഇയും എഫും നമ്മുടെ റിലേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാവരും ഒരു +1 പൊസിഷൻ കഴിഞ്ഞ് എൻ ഒ എ ബി എം എൻ ഇ എഫ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് എക്സ്ട്രാ ഒരു വേർഡ് തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് കൺഫേം ചെയ്തോണം. നാനോ എന്ന് പറയുന്ന വേർഡിന് PO BO ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ NO AB NO OP കണ്ടോ. തൊട്ടടുത്ത ലെറ്റർ വെച്ച് ഞാൻ ടേബിൾ എഴുതിക്കുന്ന തന്നെ നമുക്ക് ലെറ്റർ കമ്പയർ ചെയ്യണം. പക്ഷേ ഇത് അത്യാവശ്യം അടുത്തടുത്തുള്ള ലെറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ, നമുക്ക് ടേബിളിന്റെ ആവശ്യം പോലും വരുന്നില്ല. നമുക്ക് നെയിലാണ് ചോദിക്കുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്നിന്റെ നെക്സ്റ്റ് ലെറ്റർ വെച്ചാണ് റീപ്ലേസ് ചെയ്യുന്നത്. റീപ്ലേസ് ചെയ്ത് എവിടെ ചെയ്യുന്നത്, നമ്മൾ ലാസ്റ്റ് ചെയ്യണം. NO അല്ലെ, AB I കഴിഞ്ഞിട്ട് J L കഴിഞ്ഞിട്ട് M MJBO അതായിരിക്കും നമ്മുടെ ആൻസർ വരിക. MJBO കണ്ടോ, നമ്മുടെ ഓപ്ഷൻ 4 ആയിരിക്കും വരിക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഇത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നമ്മൾ പറയുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ. ഇതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനകത്ത്. ഇവിടെ നോക്കിയേ, വാട്ട് വിൽ കം ഇൻ ദ പ്ലേസ് ഓഫ് ദി ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് അപ്പോൾ ഈസിക്കൽ ടു അപ്പുറത്ത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടത്. അവിടെ എന്താ പറയുന്നത്, ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ ഇഫ് പ്ലസ് ആൻഡ് മൈനസ് ആർ ഇന്റർചേഞ്ച്ഡ് ദെൻ ഇൻറ്റു ആൻഡ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ് ഇന്റർചേഞ്ച്ഡ്. ഓക്കെ, 2 സൈനുകൾ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാൻ പറയുന്നത്, പ്ലസും മൈനസും ഇന്റർചേഞ്ച് ചെയ്യണം, ഇൻറ്റു ഡിവിഷൻ ഇന്റർചേഞ്ച്. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യുക, അത് കാൽക്കുലേഷൻ ചെയ്യാം. കുറച്ച് സ്പീഡപ്പ് ആക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ 4515 ഡിവൈഡഡ് ബൈ 5 മൈനസ് പ്ലസ് ആവും 431 ഡിവിഷൻ ഇൻറ്റു ആവും ഇൻറ്റു 3 മൈനസ് 821 ഇങ്ങനെ ആയിരിക്കും. അപ്പം ബേസിക് കാൽക്കുലേഷൻ ആണ്, അത് പെട്ടെന്ന് ചെയ്യാം. അപ്പം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആദ്യമേ അങ്ങ് ചെയ്ത് വെക്കുക, അത് നിങ്ങൾ ആദ്യം ചെയ്യാം. ഇവിടെ വരുന്ന സമയത്ത് എന്ത് വരും, 9 പ്രാവശ്യം 0 3 അല്ലേ. ഇവിടെ വരുന്ന സമയത്ത് പ്ലസ് 3 9 1 2 9 3 മൈനസ് 821. ഓക്കെ, ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ വരും അല്ലേ. അപ്പോൾ 3 3 6 6 എന്ന് പോയാൽ 5. ഓക്കെ, 5 എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും 5 എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ നോക്കാം, 0 9 ആണ്, 9 മൈനസ് 2 7 വരുന്നുണ്ട്. 7 വരുന്ന 3 ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും ആൻസർ വരത്തില്ല. അടുത്ത 9ഉം 2 ആണ്, 11 വരും. 11 മൈനസ് 8 വരുന്ന സമയത്ത് 3 വരും അല്ലേ. 375 വരുന്നത് ഇതായിരിക്കും, 1375. ഫുൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടതിന് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ്സ് വെച്ച് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് വെച്ച് നമ്മൾ ചെയ്തു പോയത്. 1375 എന്ന ആൻസർ വരും. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇതൊരു ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന നമ്മുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓഡ് വൺ ഔട്ട് നമ്മൾ പറയും, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പറയാറുണ്ട്. നമുക്ക് നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ, സിലബസ് നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ കിടക്കും, ഓഡ് വൺ കിടക്കത്തില്ല. അപ്പോൾ വേറെ ഒന്നുമല്ല, നമുക്ക് ഇതിനകത്തൊരു 4 സെറ്റ് ഓഫ് കോമ്പിനേഷൻ തന്നിട്ടുണ്ട്. അതിലേതാണ് ഒരു ഗ്രൂപ്പിലോട്ട് ആക്കാൻ സാധിക്കാത്തത്. നിങ്ങളവിടെ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. The question contains pairs of words that are related to each other in a certain way. 3 of the following 4 words pairs like as these have the same relationship and thus form a group. Okay, അപ്പോൾ അവിടെ ആ ഒരു 3 പേർക്ക് മാത്രം, ഇവിടുത്തെ 3 പേഴ്സിന് മാത്രം ഒരു കോമൺ ആയിട്ടുള്ള പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ അവരെ ലോജിക്ക് സെയിം ആണ്, ഒരാൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പെൻഡഗൺ 5 സൈഡ്സ്, ഓക്കെ, ഹെക്സഗൺ 8 സൈഡ്സ്, ഹെക്സഗൺ 8 സൈഡ് അല്ല വരുന്നത്, ട്രയാങ്കിൾ 3 സൈഡ്സ്, സ്ക്വയർ 4 സൈഡ്സ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സൈഡ്സിന്റെ എണ്ണമാണ് ഇതിൽ 3ലും കൊടുത്തിരിക്കുന്നത്, ഇതിൽ മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈഡ്സിന്റെ എണ്ണമാണ്. അപ്പോൾ ഇതായിരിക്കും എന്ത് ചെയ്യുക, ഓഡ് വൺ ഔട്ട് നമ്മൾ പറയുന്നത് അല്ലേ. ഓപ്ഷൻ 2 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതങ്ങനെ എന്താ പറയുക, സ്ഥിരം SSCയുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിലും കഴിഞ്ഞ CGL നമ്മൾ എക്സാം നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചധികം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കിയേ, ദ പൊസിഷൻ ഓഫ് ഹൗ മെനി ലെറ്റേഴ്സ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് ഇഫ് ഈച്ച് ഓഫ് ദി ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് നൈറ്റ്മെയർസ് ഈസ് റീഅറേഞ്ച്ഡ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് ഒരു വേർഡ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഒരു വേർഡ് തന്നിട്ട് അതിൽ ചില ചേഞ്ച് വരുത്താൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൽഫബറ്റ് ടെസ്റ്റ് എന്നൊരു ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കുക. സാധാരണ ആൽഫബറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതിലൊന്നാണിത്. അതായത് ഒരു വേർഡ് തന്നിട്ട് അതിൽ ചില ചേഞ്ചസ് വരുത്താൻ പറയും. ഇവിടെ ചേഞ്ച് വരുത്താൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. എവിടെ നിന്ന്? ലെഫ്റ്റ് ടു റൈറ്റ്. ഈ ഒരു സംഭവം ശ്രദ്ധിച്ചോണേ. ഇപ്പം വെറുതെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എനിക്ക് അറേഞ്ച് ചെയ്യാം. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് എനിക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷെ ചിലപ്പോൾ അവരെന്ത് ചെയ്യുക, റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ നോർമൽ ആൽഫബറ്റിക്കൽ ഓർഡർ അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ ഇതിനകത്തുള്ള ലെറ്റേഴ്സിന് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഇവിടെ വരുന്ന സമയത്ത് ആദ്യം എ വരും അല്ലേ. എ കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും വരിക? ഇ ആയിരിക്കും വരിക. ഇതിനകത്തുള്ളതിൽ ഇ ആണ്. അടുത്തത് ജി വരും, അത് കഴിഞ്ഞിട്ട് എച്ച് വരും, അത് കഴിഞ്ഞിട്ട് ഐ വരും അല്ലേ. ഇവർ 3 വരുമ്പോഴും അത് കഴിഞ്ഞിട്ട് ജെ കെ എൽ എം വരും അല്ലേ. എം വരും. അത് കഴിഞ്ഞിട്ട് എൻ ഉണ്ട്. ഓക്കെ, എൻ വരും. അത് കഴിഞ്ഞിട്ട് ഒ പി ക്യു ആർ വരും, എസ് വരും, ടി വരും. കണ്ടോ? അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന ലെറ്റേഴ്സിനെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എന്ത് ചെയ്തു? എടുത്തെഴുതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ സമയത്ത് ദ പൊസിഷൻ ഓഫ് ഹൗ മെനി ലെറ്റേഴ്സ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എത്ര ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് ആണ് ചേഞ്ച് ആകാണ്ട്, അവരുടെ പൊസിഷൻ ചേഞ്ച് ആകാണ്ട് അതേ പൊസിഷനിൽ ഇരിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ ജി അതേ പൊസിഷനിലാണ് ഇരിക്കുന്നത്, എച്ചും അതേ പൊസിഷനിലാണ് ഇരിക്കുന്നത്, എമ്മും അതേ പൊസിഷനിലാണ് ഇരിക്കുന്നത്, ആറും എന്താണ്? അതേ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഈ 4 ലെറ്റേഴ്സ് മാത്രം പൊസിഷൻ മാറാതെ ആ ഒരു പൊസിഷൻ തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഹൗ മെനി ലെറ്റേഴ്സ് തന്നെ ചോദിക്കുന്നത്, നമ്മുടെ ആൻസർ 4 ആയിരിക്കും. കണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ട് അവരുമായിട്ടുള്ള റിലേഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പറയും. എന്നിട്ട് അതേ റിലേഷനിൽ വരുന്നത് ഏത് പെയറാണ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരുപാടുണ്ട്, വായിച്ചെടുക്കാനൊക്കെ ഒരുപാടുണ്ട്. വേറെ ഒന്നുമല്ല, അവർ പറയുന്നത് ഈ തന്നിരിക്കുന്ന പെയറിന് സെയിം ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതേ ലോജിക്ക് വരുന്ന പെയർ ഓഫ് നമ്പേഴ്സിനകത്ത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പിന്നെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഇങ്ങനെ ഓപ്പറേഷൻസ് should be performed on the whole numbers. Okay, അതായത് മൊത്തത്തിലാണ് നമ്പറിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് വിത്തൗട്ട് ബ്രേക്കിംഗ് ഡൗൺ ദ നമ്പേഴ്സ് ഇൻ ടു കൺസ്റ്റിറ്റ്യൂവൻറ്റ് ഡിജിറ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഡിജിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിജിറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ, ഡിജിറ്റ്സ് അഡീഷൻ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഓപ്പറേഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഉപയോഗിക്കില്ല. അതാണ് എക്സാമ്പിൾ 13 ഓപ്പറേഷൻ on 13 such as adding, deleting, multiplying, etc. to 13 can be performed. Breaking down 13 into 1 and 3. കണ്ടോ? ഡിജിറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യുന്ന സംഭവം ഇവിടെ അലോ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇവിടെ വരുന്നില്ല എന്നാണ്. ദെൻ പെർഫോമിംഗ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓൺ 1 and 3 is not allowed എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 149 എന്നൊരു നമ്പർ എന്ന് പറഞ്ഞാൽ 149 എന്നൊരു നമ്പർ കംപ്ലീറ്റ് ആയിട്ട് അത് മൊത്തത്തിലുള്ളൊരു ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. അതും 2 1 3 തമ്മിൽ, അല്ലെങ്കിൽ 1 4 9 2 1 3 ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. കൂടുതൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ അവർ എടുത്ത് തരുന്നതാണ് നമുക്ക്. ഓക്കെ, നമ്മൾ റിലേഷൻ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഈ 2 പേഴ്സ് നമ്മളെ റിലേഷൻ മനസ്സിലാക്കാം. അപ്പം ഇവിടെ ഇവർ തമ്മിലുള്ള റിലേഷൻ അതേപോലെ ഇവിടെ വരണം. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലോജിക്ക് കിട്ടുമ്പോൾ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ കുറച്ച് ട്രൈ ചെയ്യണം. കുറച്ച് നമ്പേഴ്സ് ഉപയോഗിച്ച് എങ്ങനെയൊക്കെ വരാമെന്ന് കുറച്ച് പോസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾ തന്നെ സ്വയം നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 149ഉം 213 നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് എടുത്ത് നോക്കുകയാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഡിഫറൻസ് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ 213ഉം 149 നിങ്ങൾ ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ 4ഉം 6ഉം വരുന്നുണ്ട്, 64. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 64 ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ 168 പ്ലസ് 64 ആണ് ഇതെന്ന് പറയുന്നത് 213 എന്ന് പറയുന്നത്. ഇവിടെയും ഡിഫറൻസ് എന്താണ്? 64 ആണ്. അപ്പൊ ഡിഫറൻസ് ആണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഇവര് തമ്മിലുള്ള ഡിഫറൻസ് അതെന്തായിരിക്കും? 64. അപ്പൊ ഇവിടെ ഡിഫറൻസ് 64 വരുന്ന ആരെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ 162ഉം 220 അല്ലെങ്കിൽ 160യുടെ 64 കൂട്ടിയാൽ യൂണിറ്റ്സ് മാത്രം നോക്കാം. 4 ഉം 2 6 ആണ്. അപ്പം എൻഡിൽ 6 വരണം, അത് പറ്റില്ല. 4ഉം 3ഉം 7 ഇത് ഓക്കെയാണ്. 4ഉം 7ഉം 1 ഇത് ഓക്കെയാണ്. 4 4 8 ഇത് ഓക്കെ. ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത് നോക്കാം. 8 - 4 9 - 4 5 വരും, അതല്ല. 137ഉം 211 വരണമെങ്കിൽ
ഇല്ല വരില്ല. 4 7 5 11. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. 153 217. ഇതിന് ഡിഫറൻസ് നമുക്ക് എന്താ വരുന്നത്? 64 എന്നാണ് വരുന്നത്. സെയിം ലോജിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതേ ഐറ്റം തന്നെ നമുക്ക് അനലോഗി എന്നൊരു പാർട്ടായിട്ടുള്ള രീതിയിലും വരാറുണ്ട് കേട്ടോ. അനലോഗി എന്ന രീതിയിലും ഇതേ സാധനം തന്നെ ചോദിക്കുന്നത്. ഇത് തന്നെയാണ് അനലോഗിയിലും കൺസെപ്റ്റ്. ഓക്കെ, ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ലോജിക്കൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് പഠിക്കണം. ഒരുപാട് ലോജിക്കൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അടുത്ത് വന്നത് മിറർ ഇമേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. മിറർ ഇമേജിന്റെ ക്വസ്റ്റ്യനും 2 ക്വസ്റ്റ്യൻ ഈ ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നു. അത് സെയിം ഇതുപോലെ തന്നെ ലെറ്റർ നമ്പർ കോമ്പിനേഷൻ തന്നെയാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. മിറർ ഇമേജ് വാട്ടർ ഇമേജിന്റെ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കണം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ടൈപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് മിറർ ഇമേജ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മെത്തേഡ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാ പറയുന്നത്. നമ്മൾ ആദ്യത്തെ കേസ് പറയുന്നത് ലെറ്റേഴ്സിന്റെ ഓർഡർ ചേഞ്ച് ആവണം. അപ്പോൾ ആദ്യത്തിൻ്റെത് എൻ ആദ്യം വരണം. ഓക്കെ, ഇനി എൻ വന്നാൽ പോരാ, എൻ എല്ലാം ഒരുപോലെയാണോ നമ്മൾ നോക്കും. അപ്പോൾ ഇതിൽ 3 ഒരുപോലെയാണ്, ഇത് ഡിഫറെൻ്റ് ആണ്. ഇനി എന്നിന്റെ മിറർ ഇമേജ് നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഇത് വരില്ല, കാരണം ഇത് എന്നെ അതുപോലെ എഴുതിയിരിക്കുകയാണ്. ഇത് മിറർ ഇമേജ് അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് വരത്തില്ല എന്തായാലും ആൻസർ ആയിട്ട് അല്ല. അടുത്ത നിങ്ങൾ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് 9 എഴുതിക്കുന്നത്. അപ്പോൾ അതെന്തായാലും വരില്ല. ഇവിടെ രണ്ടത്തും 3ൻ്റെത് ഒരുപോലെ കണ്ടിരിക്കുന്നത്. 9 വരുമ്പോഴും ഒരുപോലെ ഇരിക്കുന്നു. 6ൻ്റെ വന്നപ്പോഴും ഒരുപോലെ ഇരിക്കുന്നു. എഫ് വന്നപ്പോൾ ഡിഫറെൻ്റ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എഫിൻ്റെ മിറർ ഇമേജ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതായിരിക്കും വരിക അല്ല, ഇതല്ല വരിക. ഓക്കെ, ഇത് മിറർ വന്നിട്ട് അതിന് പിന്നെ എന്താണ് വാട്ടർ വരുന്ന പോലെയാണ് തലകുത്തിയാണ് വരച്ചിരിക്കുന്നത് അല്ലേ. മിറർ ഇമേജ് ഏതായിരിക്കും വരിക? ഇതായിരിക്കും വരിക നമ്മുടെ ആൻസർ. ബാക്കി നോക്കണമെന്നില്ല, അത് തന്നെ ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മിറർ ഇമേജിന്റെ കേസിൽ എലിമിനേഷൻ. കാരണം മുൻപൊക്കെ നമുക്ക് ഫിഗർ എന്നിട്ടായിരുന്നു മിറർ ഇമേജിന്റെ ക്വസ്റ്റൻ ഒക്കെ കൂടുതൽ ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ലെറ്റർ നമ്പർ കോമ്പിനേഷൻ ആണ് കൂടുതൽ നമ്മൾ ക്വസ്റ്റൻസിനെ കാണുന്നത്, റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന എലിമിനേഷൻ മെത്തേഡ് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ കുറച്ച് പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അനലോഗിയുടെ ക്വസ്റ്റൻ ആണ്. ലെറ്റർ അനലോഗിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതെങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്. ലോജിക് ബേസ്ഡ് ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ PYQ അത്യാവശ്യം നല്ലപോലെ ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ടയർ 1 ചോദിച്ച ക്വസ്റ്റൻ ആണ്, ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് ഇവർ നമ്മുടെ റിലേഷൻ എന്താണെന്ന് നോക്കുക. ഇവർ നമ്മുടെ റിലേഷൻ നോക്കുക. ഈ 2 ആൾക്കാർ നമ്മുടെ റിലേഷൻ നോക്കുക. അതേപോലെ ആയിരിക്കും ഇവർ നമ്മുടെ റിലേഷൻ. അതേ റിലേഷൻ ഇയാൾക്ക് വരുന്ന ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റിലേഷൻസ് രണ്ടും ഒന്നായിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഇങ്ങനെ ലെറ്ററിന്റെ കോമ്പിനേഷൻ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സെയിം പേഴ്സണൽ ലെറ്റേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ എമ്മും എന്നും നോക്കുക. അപ്പോൾ എമ്മും എന്നും നിങ്ങൾ നോക്കുമ്പോൾ എമ്മിന് തൊട്ട് ശേഷം വരുന്ന +1 പൊസിഷനിൽ വരുന്ന ലെറ്റർ ആണ് എൻ. അടുത്ത ഇയും വി ഞാൻ നോക്കുന്ന സമയത്ത് ഇയും വിയും അങ്ങനെ അല്ല കിടക്കുന്നത്. പക്ഷേ ഇയും വിക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്, നമുക്കറിയാം എന്താണ്, ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. എമ്മും എന്നും എന്ത് തന്നെയാണ്, ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ റിവേഴ്സ് ലെറ്റേഴ്സ് എന്ന് പറയാം. ഇവിടെ കെയും പി നിങ്ങൾ നോക്കുകയാണ്. കെയും പി നോക്കുമ്പോഴും അത് എന്ത് തന്നെയാണ്, റിവേഴ്സ് ലെറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ ലെറ്റേഴ്സിന്റെയും റിവേഴ്സ് പൊസിഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അതേ ഓർഡറിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുകയാണ്, ഇപ്പോൾ ജിയും ടിയും നോക്കുകയാണ്. ജിയും ടിയും നോക്കുമ്പോൾ അത് റിവേഴ്സ് ലെറ്റേഴ്സ് ആണ്. വൈയും ബി റിവേഴ്സ് ലെറ്റർ ആണ്. ടിയും ജിയും റിവേഴ്സ് ലെറ്റേഴ്സ് ആണ്. അപ്പോൾ റിവേഴ്സ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, പോകുന്നു അല്ലെങ്കിൽ മാറ്റി എഴുതുന്നു എന്നതാണ് ലോജിക് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അനലോഗിയുടെ പാറ്റേൺ നിങ്ങൾക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ലെറ്റേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ജെയുടെ റിവേഴ്സ് ലെറ്റർ ഏതാണ്, ക്യൂ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്യൂ ആയിരിക്കും വരിക. നിങ്ങളുടെ ഓപ്ഷൻ നോക്കുക, 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ആദ്യം പി കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡബ്ല്യൂന്റെ ഓപ്പോസിറ്റ് വരുന്ന ആരാണ്, ഡി ആണ്. ബാക്കി 2 ഓപ്ഷൻ ഡി വന്നിട്ടുണ്ട്. എലിമിനേഷൻ ആണെങ്കിൽ നമുക്ക് ഡി ഒരുപോലെയാണ്, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത കേസ് എടുത്താൽ മാത്രമേ ഡയറക്റ്റ് എടുത്താൽ മതിയായിരുന്നു. എച്ചിന്റെ ഓപ്പോസിറ്റ് എസ് ആണ്. നമ്മുടെ ആൻസർ ഏതായിരിക്കും, QDS ആയിരിക്കും. ഇത് വരില്ല. ഓക്കെ, അനലോഗിയുടെ കേസിലും ഓഡ് വൺ ഔട്ടിന്റെ കേസിലും അതുപോലെ തന്നെ കോഡിങ്ങിന്റെ കേസിലൊക്കെ ലോജിക്കൽ ഒരുപാട് വരും. ആ ലോജിക്കൽ കണ്ട് നമ്മൾ ഒരുപാട് ലോജിക് കണ്ട് ശീലമാകുമ്പോൾ പെട്ടെന്ന് നമുക്കത് ടേബിൾ നോക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്നാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. അടുത്തൊരു സീരീസിന്റെ ക്വസ്റ്റൻ ആണ്. അപ്പം സീരീസ് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറി പെടുന്ന ലോജിക് ബേസ്ഡ് ക്വസ്റ്റൻ ആണ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ലെറ്റർ കോമ്പിനേഷൻ ആണ് സീരീസ് ആയിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കി കണ്ടിന്യൂ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യൂവും എമ്മും ഞാൻ നോക്കുകയാണ്. ക്യൂവും എമ്മും ഞാൻ നോക്കുന്നു, എമ്മും ഐയും നോക്കുന്നു. അതുപോലെ ടിയും ക്യൂവും നോക്കുന്നു, ക്യൂവും ഇങ്ങനെ നോക്കി പോവാം. ഓക്കെ, ഇപ്പോൾ ക്യൂവും എമ്മും ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കുന്ന സമയത്ത് ക്യൂവിൽ നിന്നും ഒരു 4 ലെറ്റർ പുറകിലോട്ടാണ് എം പോയിരിക്കുന്നത്. എമ്മും ഐ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയാൽ അതുപോലെ 4 ലെറ്റർ ആണ്. അപ്പം ഒരു -4 എന്ന് പറയാം നിങ്ങൾക്ക്. -4 ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ -4, ഇവിടെ നിന്ന് വീണ്ടും -4. അപ്പം ഫസ്റ്റ് ലെറ്റേഴ്സ് -4 പോകുന്ന പോലെയാണ് പോയിരിക്കുന്നത് അല്ലേ. അടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കാം. നമുക്ക് ഇപ്പം വൈയിൽ നിന്ന് -4 പോയാൽ ആരാ വരിക,
വൈയിൽ നിന്നും -4 പോകുന്ന സമയത്ത് യു ആയിരിക്കും വരിക. ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനിടയ്ക്കുള്ളതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിരിക്കുക. യുവിൽ നിന്ന് -4 പോകുന്ന സമയത്ത് ക്യൂ വരുന്നുണ്ട്, കൺഫേം ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് ഇത് വരുന്നുണ്ടെന്ന് ഉറപ്പിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ക്യൂ ആണ് വരുന്നത്, സോറി യു ആണ് ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് ഫോർത്ത് ഓപ്ഷൻ ആദ്യം എലിമിനേറ്റ് ചെയ്യാം. ബാക്കി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും യു തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അടുത്ത സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ടീം ക്യൂ ഞാൻ നോക്കുമ്പോൾ ഒരു -3 ആണ് അല്ലേ. ക്യൂവും എന്നും നോക്കുവാണ്, ക്യൂവും എന്നും നോക്കുമ്പോഴും -3 ആണ്. അപ്പോൾ അവിടെ -3 വന്ന പോലെയാണ് വന്നിരിക്കുന്നത്, -3. ഇവിടെ ആദ്യം -4 ആയിരുന്നു, രണ്ടത് -3 ആണ്. നമുക്ക് നോക്കാം. ഇസഡിൽ നിന്ന് -3 എടുത്ത് നോക്കുകയാണ് ഞാൻ. ഇസഡിൽ നിന്ന് -3 എടുത്താൽ ഡബ്ല്യു വരും. ഡബ്ല്യു നിന്ന് -3 എടുക്കുമ്പോൾ ആര് വരണം? ടി വരണം. ഓക്കെ, 23 നിന്ന് 3 - 20 വരുന്നുണ്ട്. ഓക്കെയാണ്, കറക്റ്റാണ്. അപ്പോൾ അത് -3 പാറ്റേണിൽ പോകുന്ന സമയത്ത് ഇസഡിൽ നിന്നും -3 അപ്പോൾ ഡബ്ല്യു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ തേർഡ് ഓപ്ഷൻ കളയാം. അടുത്തതും കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. കാരണം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ ഇനി അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ തേർഡ് ലെറ്റർ നമുക്ക് ക്യൂമോയും. ഓക്കെ, ക്യൂമോയും ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു -2 ആണ് അല്ലേ. ഓയും എമ്മും നോക്കുകയാണെങ്കിൽ എന്ത് തന്നെയാണ്? -2 ആണ്. അപ്പം ആദ്യത്തെ -4 ആയിരുന്നു, രണ്ടാമത്തെ -3, അടുത്ത -2. അപ്പോൾ അടുത്ത അതിന് ശേഷം -1 ആയിരിക്കും അല്ലേ. UTS ഉണ്ടോ? UTS കണ്ടോ, -1 ആണ്. ഓക്കെ, അപ്പോൾ അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് രണ്ടാമത്തെ ലാഭം തന്നെ ആൻസർ ഇടുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ -2 പോകണം. യു നിന്ന് -2 പോകുമ്പോൾ നമുക്ക് എന്താണ്? S വരും. S നിന്ന് -2 പോകുമ്പോൾ Q തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ S വരുന്നതായിരിക്കും ആൻസർ വരും അല്ലേ. തേർഡ് വൺ S ആയിരിക്കും വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ VA വരത്തുള്ളൂ. അങ്ങനെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഇത് വരില്ല. കണ്ടോ, അപ്പോൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പം ഞാനിത് പറഞ്ഞത് ലോജിക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ഇതിനകത്ത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് സിലോജിസം എന്ന് പറയുന്നത്. നമുക്ക് 2 ക്വസ്റ്റ്യൻ സിലോജിസം ഉണ്ടായിരുന്നു. രണ്ടിലും എന്താണ് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു. നോർമലി നമ്മൾ സിലോജിസം പഠിക്കുന്നവർ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ പഠിക്കുമ്പോൾ ഡെഫിനറ്റ് കൺക്ലൂഷൻ എന്ന ഏരിയ മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഡെഫിനറ്റ് കൺക്ലൂഷൻ മാത്രമേ ചെയ്ത് പഠിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് പോസിബിലിറ്റീസ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ, ടയർ 1-ന് തന്നെ പോസിബിലിറ്റീസ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് പോസിബിലിറ്റി വന്നിട്ടില്ല, പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചോണം. ഇതങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്നത്. ബാങ്ക് എക്സാമുകളിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇത് കാണുന്നത്. പക്ഷേ ഈ ഒരു ഷിഫ്റ്റിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇനി വരുന്ന ഷിഫ്റ്റുകൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്ന സമയത്ത് നോ കാർഡ് ഈസ് പേഴ്സൺ. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കുക അല്ലേ. നോ കാർഡ് ഈസ് പേഴ്സൺ എങ്ങനെ ആയിരിക്കും വരയ്ക്കുക? കാർഡും പാഴ്സലും തമ്മിൽ നോ റിലേഷൻ. നമ്മളിങ്ങനെ വരയ്ക്കുക, കാർഡും പാഴ്സലും തമ്മിൽ നോ റിലേഷൻ. അടുത്ത ഓൾ കാർഡ്സ് ആർ എൻവലപ്സ്. ഓക്കെ, ഓൾ കാർഡ്സ് ആർ എൻവലപ്സ്, അത് വരയ്ക്കുന്നു. സം എൻവലപ്സ് ആർ ബാഗ്സ്. ഓക്കെ, സം എൻവലപ്സ് ആർ ബാഗ്സ്. ഇത് നമ്മൾ ചെയ്യുന്ന എന്താണ്? കാർഡ് നോ വരുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് ഷെയ്ഡ് ചെയ്യുവാണ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഫസ്റ്റ് ഒന്ന് നോക്കിയാൽ ഓൾ എൻവലപ്സ് ക്യാൻ നെവർ ബി പാർസൽ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വരുവാണെങ്കിൽ, ഈ ഒരു കൺക്ലൂഷൻ നിങ്ങൾ വരുവാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിങ്ങൾ സം നോട്ടായിട്ട് കൺവേർട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ എന്തുകൊണ്ടാണ് സം നോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ക്യാൻ നെവർ ബി എന്ന് വരുവാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് സം നോട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് വേണം ചെക്ക് ചെയ്യാനായിട്ട്. സം നോട്ട് എന്ന് പറയുന്ന ഡെഫിനറ്റ് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾ ക്യാൻ നെവർ ബി ഫോളോ ചെയ്യും. അതായത് സം എൻവലപ്സ് ആർ നോട്ട് പാർസൽ എന്നുള്ളത് ശരിയാണെങ്കിൽ, സം എൻവലപ്സ് ആർ നോട്ട് പാർസൽ എന്നുള്ളത് ശരിയാണെങ്കിൽ ഓൾ എൻവലപ്സ് ക്യാൻ നെവർ ബി പാർസൽ ഫോളോ ചെയ്യും. ഇവിടെ നമുക്ക് നോക്കാം, സം എൻവലപ്സ് ആർ നോട്ട് പാർസൽ ഫോളോ ചെയ്യും. കാരണം എൻവലപ്പും പാർസലും തമ്മിലുള്ള റിലേഷൻ തന്നെ അതാണ്. കാരണം സം എൻവലപ്സ് കണ്ടോ, കുറച്ച് എൻവലപ്സ് എന്തല്ല, പാർസൽ അല്ല. സം എൻവലപ്സ് ആർ നോട്ട് പാർസൽ, ആ പറയുന്ന കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ക്യാൻ നെവർ ബി വന്നു കഴിഞ്ഞാൽ സം നോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ചെക്ക് ചെയ്യാം. രണ്ടാമത് നോക്കിയാൽ നോ കാർഡ് ഈസ് എ ബാഗ്. ഓക്കെ, കാർഡും ബാഗും നമ്മൾ ഇത് പലരും ധരിക്കുന്നവരാണ്. കാർഡ് ഇവിടെയും ബാഗ് ഇവിടെയും കിടക്കുമ്പോൾ അത് നോ എന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റില്ല. കാർഡും ബാഗും നമ്മുടെ റിലേഷൻ അറിയാൻ പറ്റുന്ന അവസ്ഥയിലാണ് നമ്മൾ കിടക്കുന്നത്. നോ കാർഡ് ഈസ് എ ബാഗ് നമുക്ക് ഫോളോ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. അടുത്ത അറ്റ്ലീസ്റ്റ് സം ബാഗ്സ് ആർ പോസ്റ്റ് കാർഡ്സ്. പ്രത്യേകം ശ്രദ്ധിക്കാം, പോസ്റ്റ് കാർഡ്സിനെ കുറിച്ചൊരു കാര്യം ഇവിടെ പറഞ്ഞില്ല. കാർഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റ് കാർഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺക്ലൂഷൻ ഇവിടെ റിലവൻ്റ് അല്ല. കാരണം സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നല്ലൊരു കൺക്ലൂഷനേ അല്ല. അതുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്യില്ലെന്ന് പറയാനേ പറ്റത്തുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ്, ഒന്ന് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് കൺക്ലൂഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോളോ ചെയ്യുന്നുള്ളൂ. ഓൺലി വൺ ഫോളോസ് ആയിരിക്കും എന്ത് ചെയ്യുക, ആൻസർ വരിക. ഓൺലി വൺ ഫോളോസ് എന്നാണ് ആൻസർ വരിക നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ സിലോജിസം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ചെയ്ത് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുന്നതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോവുക. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഡൗട്ട് വരിക പൊതുവേ നമുക്ക് ഇതിനകത്ത്. അടുത്ത ഒരു സിലോജിസിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോസിബിലിറ്റി കൺക്ലൂഷൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പലരും
സിലോജിസം പഠിക്കുന്ന സമയത്ത് പോസിബിലിറ്റി പഠിക്കാറില്ല, കാരണം അധികം ചോദിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പോസിബിലിറ്റി പഠിക്കാറില്ല. പക്ഷേ ടയർ 1 തന്നെ പോസിബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഷിഫ്റ്റിൽ, അത് ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പോസിബിലിറ്റീസ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സം ടിയേഴ്സ് ആർ ഡ്രോപ്സ്. ഓക്കെ, സം ടിയേഴ്സ് ആർ ഡ്രോപ്സ്. Some drops are streams. Okay, some drops are streams. All streams are rivers. Okay, all streams are rivers. ഇതാണ് എൻ്റെ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫസ്റ്റ്, ഓൾ ടിയേഴ്സ് ക്യാൻ നെവർ ബി റിവേഴ്സ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഓൾ ടിയേഴ്സ് ക്യാൻ നെവർ ബി റിവേഴ്സ് ഫോളോ ചെയ്യണമെങ്കിൽ എന്ത് വരണം? സം നോട്ട് ഫോളോ ചെയ്യണം, അല്ലേ? സം നോട്ട് ഫോളോ ചെയ്യണം. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ എന്ത് ചെയ്തില്ല? ഫോളോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ സം നോട്ട് ഫോളോ ചെയ്യില്ല. അതുകൊണ്ട് ഓൾ ക്യാൻ നെവർ ബി അവിടെ എന്ത് ചെയ്തില്ല? ഫോളോ ചെയ്യത്തില്ല. ഡയറക്റ്റ് പറയാൻ പറ്റും. റിലേഷൻ പോലെ നോക്കേണ്ട ഡയറക്റ്റ് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. അടുത്ത സം ഡ്രോപ്സ് ആർ റിവേഴ്സ്. ഓക്കെ, ഡ്രോപ്സും റിവേഴ്സും. ഡ്രോപ്സും റിവേഴ്സും നമ്മൾ റിലേഷൻ നോക്കുകയാണെങ്കിൽ ഡ്രോപ്സിന്റെ വെൻ ഡയഗ്രം ഇതാണ്, റിവേഴ്സിന്റെ വെൻ ഡയഗ്രം ഇതാണ്. അവർ തമ്മിലുള്ള റിലേഷൻ എന്ത് ചെയ്യാനാണ്? സം റിലേഷൻ തന്നെയാണ്. അപ്പോൾ സം ഡ്രോപ്സ് ആർ റിവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത, ഓൾ ടിയേഴ്സ് ബീങ് സ്ട്രീംസ് ഇസ് എ പോസിബിലിറ്റി. ഓക്കെ, ഓൾ ടിയേഴ്സ് ബീങ് സ്ട്രീംസ് ഇസ് എ പോസിബിലിറ്റി. ടിയേഴ്സും സ്ട്രീംസും നമ്മുടെ റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേഷൻ അറിയില്ല, അൺനോൺ റിലേഷൻ ആണ്. അപ്പോൾ അൺനോൺ റിലേഷൻ നമ്മൾ പറയുന്നത് എന്ത് പോസിബിലിറ്റി പറഞ്ഞാലും അവർ തമ്മിൽ എന്ത് ചെയ്യും? ഫോളോ ചെയ്യും എന്ന് നമ്മൾ പറയാം. അൺനോൺ റിലേഷന് എല്ലാ പോസിബിലിറ്റിയും ഫോളോ ചെയ്യും. അതുകൊണ്ട് തന്നെ കൺക്ലൂഷൻ 3 എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2ഉം 3ഉം ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഫോളോ ചെയ്യുന്നത്. ഓൺലി 2 and 3 ഫോളോസ്. ബോത്ത് 2 and 3 കൺക്ലൂഷൻ ഫോളോസ്. ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. കണ്ടോ? ബോത്ത് 2 and 3 ഫോളോസ്. 2ഉം 3ഉം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഫോളോ ചെയ്യുന്നുള്ളൂ. അടുത്തൊരു സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇതൊരു ഫിഗർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫിഗർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഫിഗറിന്റെ ലോജിക്ക് മനസ്സിലാക്കുക. അതായത് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങോട്ട് എങ്ങനെ പോകുന്നു, അവിടെ നിങ്ങോട്ട് എങ്ങനെ പോകുന്നു, ഒരു കോമൺ ചേഞ്ച് ഉണ്ടായിരിക്കും. ആ ചേഞ്ച് മനസ്സിലാക്കി എടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് സിമ്പിൾ ആണ്, ഫിഗർ വലിയ ബുദ്ധിമുട്ട് വരില്ല. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഈ ഫിഗറിന് ഈ ഫിഗറിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സംഭവം, ഈ ഒരു ആരോ ഇങ്ങോട്ട് പോകുന്നു, അല്ലെ? മുകളിലേക്ക് പോയി. അതുപോലെ ഈ സർക്കിൾ എന്ത് ചെയ്തു? ഈ ഒരു കോർണറിലേക്ക് വന്നു. ഈ ട്രയാങ്കിൾ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്തു? ഈ ഒരു നിങ്ങൾ നോക്കി, ഇവിടെ നിന്ന് ഈ ഒരു ഫിഗറിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും. ഇവിടെ ഇരുന്ന് സ്ക്വയർ എന്ത് ചെയ്യുന്നു? ഇവിടെ പോകുന്നു. ഇവിടെ ഇരുന്ന് ആരും എന്ത് ചെയ്യുന്നു? ഇങ്ങനെ റൊട്ടേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ആ റൊട്ടേഷൻ സംഭവിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ എന്ത് ചെയ്യുന്നു? ചാടി കയറിയത് ഇവിടെ വരും, അല്ലെ? ട്രയാങ്കിൾ ഇവിടെ ആയിരിക്കും വരാം. അത് കഴിഞ്ഞിട്ട് സ്ക്വയർ ചാടിത ഇവിടെ വരും, അല്ലെ? സ്ക്വയർ ഇവിടെ വരും. ഈ ആരോ എവിടെ പോകും? ഇവിടെ വരും. ഈ ആരോ എന്ത് ചെയ്യും? മുകളിൽ പോകും. ഇവിടെ ഇരുന്ന സർക്കിൾ എവിടെ വരും? നടുക്ക് വരും. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ? നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഇടും. ഇതിനകത്ത് ട്രയാങ്കിൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ആയി. കാരണം ട്രയാങ്കിൾ മുകളിൽ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അതായിരിക്കും നമ്മുടെ ആൻസർ. കണ്ടോ? എല്ലാം അടിക്കണ പോലും ഇല്ല. ട്രയാങ്കിൾ മൂവ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? ആൻസറിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു മൂവ്മെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സീരീസ് ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നോൺ വെർബൽ റീസണിംഗ് എന്നൊരു പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ചെയ്ത് തന്നെ പഠിക്കണം. എന്താണ് ഫിഗർ സീരീസിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഞാനത് എടുത്തിട്ടില്ല. സെയിം മോഡൽ തന്നെയാണ്. അവിടെ നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് ആണ്. ലെറ്റേഴ്സ് തന്നിട്ട് ലെറ്റേഴ്സ് ഇതുപോലെ ഒരു പാറ്റേണിൽ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാറ്റേൺ മനസ്സിലാക്കി എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അധികം എടുത്തിട്ടില്ല. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് ക്ഷമ വേണം. പലരും കാണുമ്പോൾ തന്നെ ഇത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. കുറച്ച് സാവധാനം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ്. ലെറ്റർ സീരീസിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് എന്ന് വെച്ചാൽ ഇതിനകത്തൊരു സെറ്റ് ഓഫ് ലെറ്റേഴ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ റെപ്പിറ്റേഷൻ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു മെത്തേഡ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നോർമലി നമ്മൾ എന്താ ചെയ്യാം? ഇതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് കൗണ്ട് ചെയ്യും, അല്ലെ? ഇവിടെ വരുമ്പോഴത്തേക്കും 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 24 ആണ്. 24 ആയ സമയത്ത് അതിൻ്റെ എന്താണ് കോമ്പിനേഷൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 വരുന്ന ഫ്രാക്ഷൻ വാല്യൂസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ 6 into 4 വരാം, അല്ലേ? 6 into 4 വരാം. അതുപോലെ 8 into 3 വരാം, അല്ലേ? പിന്നെ 12 into 2 വരാം. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം കുറച്ച് ചെറിയ ഫോമാറ്റാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒന്നുകിൽ 4ന്റെ 6 അല്ലെങ്കിൽ 6ന്റെ 4 അല്ലെങ്കിൽ 3ന്റെ 8, 8ന്റെ 3 ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 6ന്റെ 4 ആയിട്ടോ 4ന്റെ 6 ആയിട്ടോ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ 4ന്റെ 6 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ഡിവൈഡ് ചെയ്യുക, അല്ലേ? ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലെറ്റേഴ്സ് റിപ്പീറ്റേഷൻ വരുന്നത് നോക്കി. ഇവിടെ L ആണ്, ഇവിടെ Q ആണ്. റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് ഉടനെ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. ഓക്കെ, അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ 6ന്റെ 4 പീസ് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 6ന്റെ 4 പീസ് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക.
6ന്റെ 4 പീസ് ആയി വരുന്ന സമയത്ത് റിപ്പീറ്റേഷൻ നോക്കണം. ഇവിടെ L ആണ്, ഇവിടെ ആളില്ല, ഇവിടെ ആളില്ല, ഇവിടെ L വരുന്നുണ്ട്. രണ്ടിടത്ത് ആളില്ല, അപ്പോൾ അവിടെ L വരാം അല്ലേ. അടുത്ത സെക്കൻഡ് ലെറ്റർ നോക്കണം, ഇവിടെ ആളില്ല, ഇവിടെ K ആണ്, ഇവിടെയും K ആണ്, ഇവിടെ ആളില്ല, അപ്പോൾ K കണ്ടിന്യൂ ചെയ്ത് പോവാം, കുഴപ്പമില്ല. അടുത്ത P ആണ്, ഇവിടെയും P, ഇവിടെ വന്നിട്ടില്ല, ഇവിടെ ആൾ വന്നിട്ടില്ല, ഇവിടെ P തന്നെയാണ്, ഇവിടെ ആൾ അറിയത്തില്ല, P തന്നെ കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ഇവിടെ ആളില്ല, പക്ഷെ ഇവിടെ P ആണ്, ഇവിടെ P ആണ്, ഇവിടെ വന്നിട്ടില്ല, ഇവിടെ P ആണ് വരുന്നത്. അടുത്ത Q ഇവിടെ വരുന്നുണ്ട്, ഇവിടെ ആളില്ല, Q വരാം, ഇവിടെയും Q വരാം, ഇവിടെ Q വന്നിട്ടുണ്ട്, ഇവിടെ S, ഇവിടെ S, ഇവിടെ ആളില്ല. അപ്പോൾ ആ റെപ്പറ്റീഷൻ ബ്രേക്ക് ആവുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആദ്യം L വരും അല്ലേ, അപ്പോൾ ഇവിടെ L വരും, അതുപോലെ ഇവിടെ L വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്, K ആണ്, അപ്പോൾ ഇവിടെ K വരും അല്ലേ. അതുപോലെ ഇവിടെ K വന്നിട്ടുണ്ട്, ഇവിടെ K വരും. നെക്സ്റ്റ് P ആണ്, ഇവിടെ P വന്നെങ്കിൽ ഇവിടെ P വരും, അതുപോലെ ഇവിടെ P ഓൾറെഡി ഉണ്ട്, ഇവിടെ P വരും. അത് കഴിഞ്ഞിട്ട് വരുന്നത് P കഴിഞ്ഞിട്ട് വീണ്ടും P തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും P വരും, ഇവിടെ P ഉണ്ട്, ഇവിടെയും P ആയിരിക്കും, ഇവിടെ ഉണ്ട്. അതിൻ്റെ Q റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അപ്പോൾ ഇവിടെ Q ആയിരിക്കും വരിക, ഇവിടെ Q ഉണ്ട്, ഇവിടെയും Q ഉണ്ട്. ലാസ്റ്റ് S ആണ്, ഇവിടെ S, ഇവിടെ S റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാണ്. കഴിഞ്ഞു. ആക്ച്വലി അവിടെ ഫോമാറ്റ് LKPPQS അതാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. നിങ്ങൾ നോക്കിയേ, LKPPQS, LKPPQS ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ആ റെപ്പറ്റീഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് കൗണ്ട് എടുത്തുകൊണ്ട് എന്താണ് ഫ്രാക്ഷൻസ് നോക്കുക. അപ്പം കോമ്പിനേഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ കോമ്പിനേഷൻ നോക്കും. ഞാനിപ്പോൾ 4ന്റെ 6 ഒന്നും വന്നില്ല, ഞാൻ 6ന് 4 നോക്കുമ്പോൾ കിട്ടി. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. KPLPQ, അത് കഴിഞ്ഞിട്ട് L ആണ് വരുന്നത്, അപ്പോൾ ഇതായിരിക്കും വരിക അല്ലേ. ഇവിടെ KPLPQQ അല്ല വരുന്നത്, അപ്പോൾ അതല്ല, ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. കണ്ടോ, റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് ഇതിൻ്റെ കൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുമ്പും. റിപ്പീറ്റ് ചെയ്ത് വരുന്നത് പോലെ തന്നെ ഇതിനകത്ത് ചില ലെറ്റേഴ്സിൻ്റെ ചേഞ്ചുകൾ വരാറുണ്ട്, അതൊന്നും ശ്രദ്ധിച്ചോണം. ചില ലെറ്റേഴ്സ് മാത്രം ചേഞ്ച് ചെയ്ത് വരുന്ന കൺസെപ്റ്റുകളും ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു ട്രയാങ്കിൾ കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ട്രയാങ്കിൾ കൗണ്ടിങ് നോർമലി നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ചില ടൈപ്പുകളുണ്ട്, ആ കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും യൂസ് ചെയ്യണം. അല്ലാണ്ട് കൗണ്ടും കൂടെ ചെയ്യേണ്ടി വരും ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ 3 ട്രയാങ്കിൾസ് വരുന്നുണ്ട് അല്ലേ. ഇതെടുക്കുകയാണെങ്കിൽ 4ാമത്തെ ട്രയാങ്കിളായി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എത്രണ്ണം വരും, 3 എണ്ണം വരും. അതുപോലെ ഇത് വരുന്ന സമയത്ത് വീണ്ടും 1 എണ്ണം വരും. നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2 എണ്ണം വരുന്നുണ്ട്. അതുപോലെ ഇവിടെ വരുന്ന സമയത്ത് അതും ഇവിടെ 1, 2 എണ്ണം വരുന്നുണ്ട്, ഇവിടെ 1 എണ്ണേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ അത്രയും ആയി. ഇവിടെ നമ്മളിപ്പോൾ കണ്ട പോലെ 3 എണ്ണം വരുന്നുണ്ട് അല്ലേ, 3 എണ്ണം വരുന്നുണ്ട്. അതുപോലെ ഇവിടെ വരുന്ന സമയത്ത് നമുക്കിതാ 2 എണ്ണം വരുന്നുണ്ട്. അതുപോലെ ഇവിടെ 1, 2, 3 എണ്ണം അല്ലാണ്ട് കിടപ്പുണ്ട്. ഇപ്പം നോക്കാം, 4, 7, 10, 13, 16, 18, 3, 21, 21 ട്രയാങ്കിൾസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യുന്ന കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഒന്നും അങ്ങനെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയില്ല, ചിലത് കൗണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമുള്ള ഫിഗറാണ് ഇത്, വലിയ ബുദ്ധിമുട്ടുള്ള ഫിഗറൊന്നും അല്ല. നമുക്ക് കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള ടൈപ്പുകൾ ഇതിനകത്ത് കിടപ്പുണ്ട്, അത് വെച്ച് നമുക്ക് 3 ട്രയാങ്കിൾസ് ആണ് ഇവിടെ വരുന്നത്, നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയുള്ള ട്രയാങ്കിൾസ് എക്സ്ട്രാ വരുന്നത് കൗണ്ട് ചെയ്തെടുത്താൽ മാത്രം മതി. 21 ആണ് ആൻസർ വരുന്നത് കേട്ടോ ഇവിടെ. ഓക്കെ, അടുത്തൊരു ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യനും എല്ലാ എക്സാമുകളിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഇവിടെയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ കോറിൻ ടൈപ്പ് ബ്ലഡ് റിലേഷൻ ആണ് വരുന്നത്. കോറിൻ ടൈപ്പ് ബ്ലഡ് റിലേഷനകത്ത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, എലിമിനേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ജെൻഡർ വെച്ച് എലിമിനേറ്റ് ചെയ്യും അല്ലേ. ഇവിടെ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് മീൻസ് എ ഈസ് ദ ഡോട്ടർ ഓഫ് കെ എന്നാണ്. എ ഡോട്ടർ ആവണം അല്ലെ. എ ഡോട്ടർ ആവണമെന്ന് വെച്ചാൽ എ ഒരു ഫീമെയിൽ ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഫീമെയിൽ അല്ലാതെ എ വരുന്ന ഓപ്ഷൻസ് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ നോക്കുക, അപ്പോൾ A + K, A + B മീൻസ് എ ഈസ് മദർ ഓഫ് ബി ആണ്. അപ്പോൾ എ മദർ ആണ്, അപ്പോൾ ഇത് വേണമെങ്കിൽ വരാം അല്ലേ. ഇവിടെ വരുമ്പോഴത്തേക്കും A = D, അപ്പം A = D അപ്പം എ ഈസ് ബ്രദർ ഓഫ് ബി ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഒരു ബ്രദർ ആണ്, അപ്പോൾ ഉറപ്പായിട്ടും എ ഡോട്ടർ ആവില്ല, മകളാകില്ല. അപ്പം നമുക്ക് രണ്ടാമത്തത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തിവിടെ A/P ആണ്. A/P ഈസ് വൈഫ് ഓഫ് ബി, അപ്പോൾ എ വൈഫ് ഓഫ് പി എന്ന് വരും. അപ്പോൾ നമുക്ക് ഓക്കെ ആണ്, കുഴപ്പമില്ല. ഇവിടെ A/P ആണ്, അപ്പം എ ഈസ് വൈഫ് ഓഫ് പി എന്ന് വരുന്നുണ്ട്. നമുക്ക് ആയാലും പെൺകുട്ടിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 3 അടുത്ത് നമുക്ക് എന്താണ്, എ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇനി എ ഈസ് ഡോട്ടർ ഓഫ് കെ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വരണം, ഒരു ജനറേഷൻ താഴെ ആയിരിക്കണം, -1 ആയിരിക്കണം എ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ A to K എടുക്കുമ്പോൾ -1 വരണം. അപ്പോൾ ഇവിടെ A + K ആണ്. ഇപ്പോൾ എ എന്ന് കെയിലേക്ക് വരെ മാത്രമേ നോക്കാവൂ, ബാക്കി നോക്കരുത്, ഇത്രയും നോക്കാവൂ.
ബാക്കിയുള്ള റിലേഷൻ നിങ്ങൾ നോക്കണ്ട. അപ്പൊ ഇവിടെ പ്ലസ് ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദർ ആണ്. അപ്പൊ +1 ആണ് വരുന്നത്. എയും കെയും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് +1 ആണ്. അപ്പൊ ഇത് എന്തായാലും ആൻസർ ആയിട്ട് വരത്തില്ല അല്ലെ. ഇനി ഇവിടെ വരുന്ന സമയത്ത് K+A ഇവിടെ തിരിഞ്ഞാ കിടക്കുന്നത് കേട്ടോ, ശ്രദ്ധിച്ചോണേ. K+A എന്നാണ്, A+K എന്നല്ല, K+A. അപ്പൊ ഇവിടെ +1 ആണ് വരുന്നത്. ഇത് ആക്ച്വലി K to A ആണ്. നമുക്ക് വേണ്ടത് A to K ആണ്. A to K എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ -1 എന്ന് വരും. ഇതേ സാധനം വരുന്നുണ്ട് അല്ലെ. നോക്കാം, ലാസ്റ്റ് കൊണ്ട് നോക്കാം, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോ K = A എന്ന് വരുന്നത്. K = A. അപ്പം കെയും എയും തമ്മിലുള്ള റിലേഷൻ ഇത്രയും ജനറേഷൻ ഗ്യാപ്പ് = എന്താണ്? ബ്രദർ റിലേഷൻ ആണ്. അപ്പോൾ 0 ജനറേഷൻ ഗ്യാപ്പാണ്. അപ്പോൾ കെ എയും തമ്മിൽ ഒരേ ജനറേഷൻ ആണ്. അപ്പോൾ ഇതും വരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഫീമെയിലും -1 ജനറേഷൻ ഗ്യാപ്പും വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. 3 ആണ് നമ്മുടെ ഇതിനകത്തുള്ളത്. ഓപ്ഷൻ അത് 2-നകത്താണ് 3 കിടക്കുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചോണേ, അങ്ങോട്ട് ഇവിടെ മാറ്റിയൊക്കെ തന്നിട്ടുണ്ട്. ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റിൻ്റെ കേസിൽ ജെൻഡർ വെച്ചും ജനറേഷൻ ഗ്യാപ്പ് വെച്ചുള്ള എലിമിനേഷൻ ഉണ്ട്. ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ അത് ചെയ്ത് തന്നെ ചെയ്യാം. അല്ലാണ്ട് ഇത് ഓരോ നേരത്ത് വരയ്ക്കാൻ നിൽക്കരുത്, ടൈം വേസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 9 നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷിഫ്റ്റ് CGL നടന്ന ആദ്യത്തെ എക്സാമിൻ്റെ ആദ്യത്തെ ഷിഫ്റ്റിൽ ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് പലയിടത്തും ഡിസ്കസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന PYQ-നകത്ത് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളത് മെയിനായിട്ടും കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റിനും 25 ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അതിൻ്റെ ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. സെയിം മോഡൽ വരുന്ന ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. PYQ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സീരീസ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ PYQ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവിടെ കാണാൻ പറ്റും. 2024 വെച്ച എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഉറപ്പായിട്ട് ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ കണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.